കാര്യവട്ടം ക്യാമ്പസ് സംഘർഷത്തിൽ യാതൊരു രാഷ്ട്രീയ ഭേദവുമില്ലാതെയാണ് നടപടി സ്വീകരിച്ചതെന്ന് മുഖ്യമന്ത്രി. അന്വേഷണം നടത്തി ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. SFIക്കെതിരെ രൂക്ഷ വിമർശനവുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. SFI തുടരുന്നത് പ്രാകൃതമായ സംസ്കാരമാണ്. പുതിയ SFIക്കാർക്ക് ഇടതുപക്ഷം എന്ന വാക്കിന്റെ അർത്ഥമറിയില്ല. SFI തിരുത്തിയില്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ബാധ്യതയാകുമെന്നും ബിനോയ് വിശ്വം. കാനങ്ങാട്ടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ജനറേറ്ററിൽ നിന്നുള്ള പുക ശ്വസിച്ച് 50 വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ. കാനങ്ങാട്ടെ ആശുപത്രിക്ക് സമീപമുള്ള ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ 50 വിദ്യാർത്ഥികൾക്കാണ് ശാരീരിക അസ്വസ്ഥതയും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടത്. കുട്ടികളെ ആശുപത്രിയിലേക്ക് മാറ്റി. ആരുടെയും നില ഗുരുതരമല്ലെന്നാണ് വിവരം. മുഖ്യമന്ത്രിയുടെ ഉറപ്പിന് പുല്ലുവില കൽപ്പിച്ച് പോലീസുകാർക്ക് അധിക ഡ്യൂട്ടി നൽകി മേലുദ്യോഗസ്ഥർ. വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്കാണ് 2 ദിവസവും 1 ദിവസവും അടുപ്പിച്ച് വിശ്രമമില്ലാതെ ഡ്യൂട്ടി ചെയ്യേണ്ടി വന്നത്. വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിലെ അജിത് രാജ് എന്ന ഉദ്യോഗസ്ഥന് തുടർച്ചയായി 48 മണിക്കൂറാണ് ജോലി ചെയ്യേണ്ടി വന്നത്. ഷൊർണൂർ കണ്ണൂർ റൂട്ടിൽ പുതിയ ട്രെയിൻ ഓടിത്തുടങ്ങിയെങ്കിലും വടക്കൻ കേരളത്തിലെ ട്രെയിൻ യാത്രാ ദുരിതത്തിന് മാറ്റമില്ല. നേത്രാവതി എക്സ്പ്രസിൽ സാഹസികമായാണ് യാത്രക്കാർ കയറിപ്പറ്റുന്നത്. മാന്നാർ കലയുടെ കൊലപാതക കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കലയുടെ മൃതദേഹം ആദ്യം ആറ്റിൽ കളയാനാണ് പ്രതികൾ തീരുമാനിച്ചതെന്നും ഇതിനാണ് വലിയ പെരുമ്പഴ പാലത്തിനടുത്ത് മൃതദേഹം കാറിൽ എത്തിച്ചതുമെന്നാണ് വിവരം. എന്നാൽ സാഹചര്യം അനുകൂലമല്ലാതിരുന്നതിനാൽ മൃതദേഹം ആറ്റിൽ ഉപേക്ഷിച്ചില്ല. പിന്നീട് മൃതദേഹം വീട്ടിലെത്തിച്ച് സെപ്റ്റി ടാങ്കിൽ ഉപേക്ഷിക്കുകയായിരുന്നു. സർക്കാർ ഭവന നിർമ്മാണ പദ്ധതികളിൽ ലഭിച്ച വീടുകൾ വിൽക്കുന്നതിനും പണയപ്പെടുത്തുന്നതിനുമുള്ള വ്യവസ്ഥയിൽ ഇളവ് വരുത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പ്. പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ നിന്ന് ഇനി മുതൽ വീടിന്റെ ആധാരം വാങ്ങില്ല. നിലവിൽ കൈവശമുള്ള ആധാരങ്ങൾ തിരികെ നൽകാനും നിർദ്ദേശമുണ്ട്. ബാംഗ്ലൂരുവിലെ കോളേജിൽ പട്ടാപകൽ വിദ്യാർത്ഥി സെക്യൂരിറ്റി ജീവനക്കാരനെ കുത്തിക്കൊന്നു. പശ്ചിമ ബംഗാൾ സ്വദേശി ജയ് കിഷാൻ റോയ് എന്ന സെക്യൂരിറ്റി ജീവനക്കാരനാണ് മരിച്ചത്. അസം സ്വദേശി ഭാർഗവ് ജ്യോതി ബർമൻ എന്ന വിദ്യാർത്ഥിയെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു. 2020 ലോകകപ്പ് ജേതാക്കളായ ടീം ഇന്ത്യക്ക് വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത പ്രത്യേക ജേഴ്സിയുടെ ആദ്യ ചിത്രം പങ്കുവെച്ച് മലയാളി താരം സഞ്ജു സാംസൺ. മുംബൈയിൽ നടക്കാനിരിക്കുന്ന അനുമോദന ചടങ്ങിലും വിക്ടറി പരേഡിലും ഈ പുതിയ ജേഴ്സിയായിരിക്കും ഇന്ത്യൻ താരങ്ങൾ ധരിക്കുക. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം രജനീകാന്തിനൊപ്പം അഭിനയിക്കാൻ ഒരുങ്ങുകയാണ് നടൻ സത്യരാജ്. ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന കൂലി എന്ന ചിത്രത്തിലാണ് സത്യരാജ് രജനിക്കൊപ്പം അഭിനയിക്കുന്നത്. ഈ ചിത്രത്തിലെ സത്യരാജിന്റെ ലുക്കാണിപ്പോൾ പ്രേക്ഷകരെ അതിശയിപ്പിക്കുന്നത്.